നമ്മൾ രാവിലെ എടുത്ത വണ്ടിയുടെ ടയറിന് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റി. അപ്പോൾ മാറ്റിയിടാൻ സ്റ്റെപ്പിനും ഇല്ല. അങ്ങനെ ഞങ്ങളെന്താക്കി, ലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലേക്ക് മാറ്റി ഈ വണ്ടി എടുത്ത് പോന്നു. അപ്പോൾ ചങ്ങായിമാരെ, മിസ്റ്റർ ഡബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മീശോയുടെ ഓട്ടമാണ്. ഇതാട്ടോ മീശോയുടെ ഹബ്ബ് ഗോഡൗൺ. ഇതാണ് നമ്മുടെ വണ്ടി ലോഡായി കിടപ്പുണ്ട്. ഇന്ന് ഇൻട്രയാണ് കേട്ടോ. ഇൻട്ര വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, പാട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടീൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ലോഡായി കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടിയുണ്ട് കേട്ടോ. ഒന്ന് കൊല്ലം ഭാഗത്തേക്കാണ് ഓട്ടം വന്നേക്കുന്നത്. അപ്പോൾ പോയി നോക്കാം അങ്ങോട്ടേ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ പിന്നെ കൊല്ലത്തേക്കായിരുന്നു റൂട്ട് കേട്ടോ. ഇന്നത്തെ ഓട്ടം കൊല്ലത്തേക്കായിരുന്നു. പിന്നെ ഏകദേശം നേരം വെളുക്കാറായി. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. റോഡിലൊക്കെ ഫുള്ള് ക്യാമറയാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കൊല്ലം കുണ്ട്ര ഭാഗത്ത് ഒരു ഹബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഇറക്കി ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ. അവിടെ നിന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2-3 ഹബ്ബിൽ കയറി സാധനങ്ങൾ ഇറക്കി പോകുന്നു. ഇപ്പം നമ്മൾ ഇനി 2 ഹബ്ബും കൂടെ ഇറക്കാണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ രാവിലെ എടുത്ത വണ്ടിയുടെ ടയറിന് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റി. അപ്പോൾ മാറ്റിയിടാൻ സ്റ്റെപ്പിനും ഇല്ല. അങ്ങനെ ഞങ്ങളെന്താക്കി, ലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലേക്ക് മാറ്റി ഈ വണ്ടി എടുത്ത് പോന്നു. വണ്ടി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് 80 കിലോമീറ്റർ സ്പീഡും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ലിമിറ്റ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ വണ്ടികളും 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഇത് 80 കിലോമീറ്റർ വരെ കയറും. അതുകൊണ്ട് വേഗത്തം അത് കമ്പനി അങ്ങനെ ആക്കി വെച്ചാണ്. കാരണം ആക്സിഡൻറ്റുകൾ കൂടുതൽ. കാരണം നമ്മുടെ അലൻസിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും ആൾക്കാരും ഡ്രൈവർമാരും പിന്നെ ചെറുപ്പക്കാരാണ്. എല്ലാവരും എന്താ പറയുക, അയാൾ പറപ്പിച്ച് പോയി വലിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ 60 km/h സ്പീഡിലാക്കിയതാണ്. ഇപ്പം ഇതിപ്പോൾ ഒരാൾ പിന്നെ അലൻസിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തൊരു വ്യക്തിയുടെ വണ്ടിയാണ്. അപ്പോൾ അയാളുടെ ഒരു നിർബന്ധപ്രകാരം, അയാളുടെ ഒരു ആവശ്യപ്രകാരം അങ്ങനെ 80 km സ്പീഡിലാക്കി കൊടുത്തതാണ്. അയാൾ പിന്നെന്താ പറയുക, മൈലേജൊക്കെ പിടിച്ച് ഓടിക്കുന്നതുകൊണ്ടും കമ്പനിക്ക് അയാളോടുള്ള വിശ്വാസം കൊണ്ടും മാത്രം 80 km സ്പീഡിലാക്കി കൊടുത്തതാണ്. അയാൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. കണ്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം ഇരുട്ടായി പോയിരുന്നു. പകുതി കാൽഭാഗോളം ഇരുട്ടായിരുന്നു. അപ്പോൾ ആർക്കും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം വിചാരിച്ചു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാം. എന്തായാലും ഞങ്ങൾ പിന്നെ രാത്രിയിലാണ് വണ്ടി എടുക്കുക. ഫുൾ ഓട്ടം രാത്രി തന്നെ ആയിരിക്കും കേട്ടോ മിക്കവാറും. കാരണം ഒന്നാമത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയതുകൊണ്ട് അങ്ങനെയൊന്നും പോകാനും പറ്റില്ല. സ്പീഡ് കുറവുള്ള വണ്ടികളല്ലേ. പിന്നെ ഫുള്ള് ബ്ലോക്കും ആയിരിക്കും. കാരണം കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊല്ലത്തേക്കൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണത്താൽ നല്ല ബ്ലോക്കായിരിക്കും. അപ്പം ഈ രാത്രിയുള്ള യാത്ര തന്നെയാണ് പിന്നെന്താ പറയുക ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ ഹബിലും സാധനങ്ങൾ ഇറക്കി അങ്ങനെ പോവാം. ഇന്നലെ നമ്മൾ ആമസോണിൻ്റെ ട്രിപ്പ് തന്നെ എടുത്തത്. ഇന്ന് മീഷോയുടേതാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2 ഹബിൽ പിന്നെ അൺലോഡിങ് കാണാം കേട്ടോ. കഴിഞ്ഞ 3 ഹബിൽ ഇറക്കിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇരുട്ടായിരുന്നു. ഇപ്പം സമയം ഏകദേശം 6-6:30 ആവുന്നേ ഉള്ളൂ. മറ്റേത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് സമയമില്ലായിരുന്നു. വേഗം ഇറക്കി പോരേണ്ടത് കൊണ്ട്. കാരണം അല്ലെങ്കിൽ റോഡ് നിറച്ച് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ചങ്ങായിമാരെ, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ 2 ഹബ്ബ് നമുക്ക് പരിചയമുള്ള 2-3 ഹബ്ബുകളുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് എടുക്കാനവർ സമ്മതിച്ചില്ല. അപ്പം പിന്നെ നമുക്ക് പരിചയമുള്ള 2-3 ഹബ്ബുകളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പം അവരൊന്നൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരക്കുളത്താണ്. അപ്പം ഇനി ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ യാർഡിലോട്ട് പോകണം. യാർഡിലാണ് വണ്ടിയൊക്കെ കൊണ്ടുവിടാറ്. അപ്പം അതിനിപ്പോൾ തിരിച്ചു പോകും. ഇത് നമ്മൾ പോകുന്നതായിരിക്കില്ല. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ.
കഴിഞ്ഞ ദിവസം ഇതിലെ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സർബത്ത്. ഇത് നമ്മൾ വന്ന റൂട്ടല്ല, നമ്മൾ വേറെ റൂട്ടിനാണ് പോകുന്നത്. പക്ഷേ ഈ റൂട്ട് നല്ല ഭംഗിയാണ്. ഇതേതാ റൂട്ട് എന്നറിയില്ല, ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഏത് റൂട്ടാണ് അതെന്ന് പറയാം. ഗൂഗിൾ മാപ്പ് നോക്കുക, എങ്ങോട്ടാണ് കാണിക്കുന്നത് അങ്ങോട്ട് പോവുക, അതാണ്. അത് പിന്നെ ശീലമായി. എവിടെ എത്തി, എങ്ങനെയാണ്, എന്താ സ്ഥലത്തിൻ്റെ പേര് ഒന്നും അറിയില്ല. അതിപ്പം അതിൻ്റെ ബോർഡിപ്പം എവിടെയെങ്കിലും ബോർഡുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വൈക്കം ചേർത്തല എന്നൊക്കെ പറയുന്ന കൈപ്പുഴ മുട്ട് എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ്. പക്ഷേ നല്ല അടിപൊളി റൂട്ടാണ്. ഈ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ, ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ ക്യാമറയില്ലേ, പിന്നെ മൊബൈലിൻ്റെ ക്യാമറ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ നേരിട്ടൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ വണ്ടി അവിടെ വെച്ച്, പിന്നെ ഇതാണ്ടോ ഓഫീസ്, ഇവിടെ ആയിട്ടാണോ ഓഫീസ് വരുന്നത്. അലയൻസിൻ്റെ ഓഫീസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ പിന്നെ പുതിയ റോഡ് ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് കിടന്നുറങ്ങണം. നല്ല ഉറക്കമുണ്ട്, എന്നാൽ തീരെ ഉറങ്ങിയിട്ടില്ല. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. പുതിയ എന്താ പറയുക, പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം.